ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. 2 കേസുകളിൽ ഇന്നലെ ജാമ്യം ലഭിച്ചിരുന്നു. ഷഫീദ് റാവുത്തർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, നിയമപരമായും രാഷ്ട്രീയപരമായുള്ള വിജയമാണിത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച്. എന്താണ് കോടതി വിധിയുടെ വിശദാംശങ്ങൾ? വേണുതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡിസംബർ മാസം 20-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെടുത്ത കേസിലായിരുന്നു ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ചത് അല്ലെങ്കിൽ ചുമത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്യായമായി സംഘം ചേരൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ, അങ്ങനെയുള്ള വകുപ്പുകളിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളടക്കം ചുമത്തുകയും കോടതിയിലടക്കം ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ ശക്തമായി ജാമ്യം നൽകരുത് എന്നുള്ള വാദം അത് കോടതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവ സ്വഭാവത്തിൽ പോലീസ് എടുത്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ജാമ്യ വ്യവസ്ഥയിലാണ് ഈ ജാമ്യം അനുവദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 50,000 രൂപയുടെ ബോണ്ട് കെട്ടിവെക്കണം, ഇല്ലെങ്കിൽ 2 പേരുടെ ആൾജാമ്യം, പൊതുമുതൽ നശിപ്പിച്ചതിന് 1360 രൂപയും കെട്ടിവെക്കണം. 6 ആഴ്ച എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം എന്നുള്ളതാണ് ജാമ്യ വ്യവസ്ഥ എന്നുള്ളത്. 2ാമത്തെ കേസിലും ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കാൻ രാഹുൽ അർഹനാണ് എന്നുള്ളതാണ് കോടതി നിരീക്ഷണം. അതിന്റെ വിശദമായ ഉത്തരവ് വരുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും മറ്റേ കേസിന്റെ വിധിയും വായിച്ചു തീരുന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ജയിൽ മോചിതനാകാൻ കഴിയും. മുൻപ് വേണ്ടി സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടടക്കം വലിയ തരത്തിലുള്ള വിവാദമുണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധ സമരങ്ങൾക്ക് വഴിവെച്ചതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാടകീയമായിട്ടുള്ള അറസ്റ്റും അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളും. ഇന്നും വൈകിട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നൈറ്റ് മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇന്ന് ജാമ്യം പരിഗണിച്ചത്. ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് വാദിച്ച കാര്യങ്ങൾ, ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത രാഹുലാണ്, മാത്രവുമല്ല പിരിഞ്ഞുപോയ ആളുകളെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നടക്കം രാഹുൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയതടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ രാഹുലിനെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ രാഹുലിന്റെ അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നേരത്തെ അദ്ദേഹം പറഞ്ഞത് റിമാൻഡ് റിപ്പോർട്ടിൽ രാഹുൽ ആക്രമണം നടത്തിയെന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നില്ല. അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഏതായാലും ഇപ്പോൾ രാഹുലിന് നിർണായകമായിട്ടുള്ള കേസിലടക്കം ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വേണു, ഷഫീദ്, ഇപ്പോൾ ഇനി പരിഗണിക്കുന്നത് ഈ DGP ഓഫീസ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയാണോ? നിലവിലിപ്പോൾ ആ ജാമ്യാപേക്ഷയിലും അതല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യവും കോടതി ആദ്യഘട്ടത്തിൽ വായിച്ചപ്പോൾ രാഹുൽ ജാമ്യം ലഭിക്കാൻ അർഹനാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ 2 കേസുകളിലും രാഹുലിന് ജാമ്യം എന്നുള്ളത് തന്നെയാണ്. ഈ കോടതി ഉത്തരവ് മുഴുവൻ കോടതി വായിച്ചു തീരണം. എന്നാൽ മാത്രമേ അക്കാര്യത്തിൽ നമുക്ക് ഏതൊക്കെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് 2ാമത്തെ കേസിലും രാഹുലിന് ജാമ്യം അനുവദിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ കോടതി ജാമ്യം നൽകിയിട്ടുണ്ട്. വേണു, ഷഫീദ്, ഈ പൊതുമുതൽ നശിപ്പിച്ചാൽ എത്ര രൂപ കെട്ടിവെക്കണമെന്നാണ് ജാമ്യോപാധി? പൊതുമുതൽ നശിപ്പിച്ചതിന് 1360 രൂപ കെട്ടിവെക്കണമെന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന ജാമ്യ വ്യവസ്ഥ. 50,000 രൂപയുടെ ബോണ്ട്, അതല്ലെങ്കിൽ 2 പേരുടെ ആൾജാമ്യം, 6 ആഴ്ച എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. ഇതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയ കേസുകളുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്ന ജാമ്യ വ്യവസ്ഥ, കോടതി നൽകിയിരിക്കുന്ന ജാമ്യ വ്യവസ്ഥ. ഷഫീദ് റാവുത്തർ, അങ്ങനെയെങ്കിൽ ഇപ്പോ ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിൽ മോചിതനാകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്നാണോ കരുതേണ്ടത്? നിലവിലിപ്പോൾ ഈ 2ാമത്തെ കേസുമായി ബന്ധപ്പെട്ട ഉത്തരവ് കോടതി വായിക്കുകയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആദ്യഘട്ടത്തിൽ ആ ഉത്തരവ് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ കോടതി പറഞ്ഞത് ആ കേസിലും അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ടും രാഹുലിന് ജാമ്യത്തിന് അർഹനാണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും രാഹുലിന് ആ കേസിലും ജാമ്യം ലഭിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ജയിലിലേക്ക്, പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് ഈ ഉത്തരവിന്റെ പകർപ്പടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. ഉച്ചയ്ക്ക് ഇപ്പോൾ, അതായത് അല്പസമയത്തിനുള്ളിൽ പൂജപ്പുര ജയിലിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ എത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സന്ദർശിക്കാൻ. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ നേതാക്കളും പ്രവർത്തകരും തുടരും. അതിനുശേഷം ഈ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഇന്ന് തന്നെ രാഹുൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് അതിന് മറ്റൊരു സ്വഭാവം ഉണ്ടാകും. അത് രാഷ്ട്രീയമായ ഒരു ആഘോഷ പരിപാടി അല്ലെങ്കിൽ ഒരു സ്വീകരണ പരിപാടിയായി മാറുകയും ചെയ്യും. വേണു, ഷഫീദ് റാവുത്തർ, ഈ ഡിസംബർ 20 സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടവറയിലടയ്ക്കാനുള്ള നീക്കം അതിവേഗം, അതും നാടകീയമായി കേരള പോലീസ് ചെയ്തത്. രാഷ്ട്രീയമായ തീരുമാനം അതിന് പിന്നിലുണ്ടെന്ന വിമർശനവും ഉയർന്നിരുന്നു. എവിടേക്കാണോ പ്രക്ഷോഭം, അതിന്റെ പേരിൽ ജയിൽവാസം, അതേ കേന്ദ്രത്തിന് മുന്നിൽ തന്നെ ജയിൽ മോചിതനായി രാഹുൽ എത്തുക എന്ന രാഷ്ട്രീയ സന്ദർഭത്തിനാണോ യൂത്ത് കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്?
രാഷ്ട്രീയമായ ഒരു പക്ഷേ ആ ഒരു സംഭവത്തിന് ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല നമുക്കറിയാം, അസാധാരണമെന്ന് കോൺഗ്രസ് വിശേഷിപ്പിച്ച ഒരു അറസ്റ്റായിരുന്നു അത്. മാത്രമല്ല നാടകീയമായ സംഭവ വികാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അരങ്ങേറി എന്നുള്ള ഒരു വിമർശനം, രാഷ്ട്രീയ വിമർശനം കോൺഗ്രസ് പലതരത്തിൽ പല ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. ഇന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചത് രക്തദാഹി എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തുന്നു. ആ മാർച്ചിൽ ചില പ്രതിഷേധ സംഭവങ്ങൾ അത് അക്രമാസക്തമാകുന്നു. മുൻപും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും നാടകീയമായ രീതി, അതായത് പുലർച്ചെ എത്തുന്നു, ഡിസംബർ 20 നടന്ന സംഭവം അത് ഒരു ഏതാണ്ട് ജനുവരി 9 തീയതി അറസ്റ്റിലേക്ക് കടക്കുന്നു. അതടക്കം മുഖ്യമന്ത്രി വൈരാഗ്യബുദ്ധിയോട് പെരുമാറുന്നു എന്നുള്ള വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുന്നു. മാത്രമല്ല ഒരു പൊതുപ്രവർത്തകൻ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടിയിലെ യുവജന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ ശരിയാണോ എന്നുള്ള ചോദ്യം കോൺഗ്രസ് പലതവണ ഉയർത്തിയതാണ്. വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ സെക്രട്ടറിയിലേക്ക് ഒരു മാർച്ച് നടത്തുന്നതുമായി ബന്ധപ്പെട്ട നാടകീയമായ അറസ്റ്റിലാകേണ്ടി വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ മാധ്യമപ്രവർത്തകരോടൊന്നും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല പോലീസ് എന്നുള്ള വിമർശനം അദ്ദേഹം കസ്റ്റഡിയിലായിരിക്കുന്ന സമയത്ത് ഉന്നയിച്ചതാണ്. ആശുപത്രിയിൽ പരിശോധനയ്ക്ക് കൊണ്ടുവരുമ്പോൾ അതിനുശേഷം ഇന്ന് വൈകിട്ട് നടത്തിയ മാർച്ച് അതൊരു സ്വീകരണ പരിപാടിയായി മാറുമ്പോൾ സ്വാഭാവികമായും അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. യൂത്ത് കോൺഗ്രസും ആ രീതിയിൽ അതിനെ ചർച്ചയാക്കുകയും അത് ആഘോഷമാക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഈ ഉത്തരവ് ഈ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട അവസാനത്തെ ഉത്തരവ് ലഭിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്താണ് രാഹുലിന് മുൻപിലുള്ള വഴി, അതല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു കൃത്യമായ ചിത്രം ലഭിക്കുകയുള്ളൂ. ഷഫീദ്, ഇപ്പോ പ്രതിപക്ഷ നേതാവ് ഇന്നലെയും ഇന്നുമൊക്കെ ആവർത്തിച്ചു ഷഫീദ് പറഞ്ഞതുപോലെ തന്നെ രക്തദാഹിയായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന്. ഒപ്പം ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, ജയിലിന് അകത്ത് കിടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് ജയിലിന് പുറത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ശക്തനെന്ന്. അത് തെളിയിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം. ഒരു സമര സംഘടനയായി യൂത്ത് കോൺഗ്രസ് അടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന ദിവസങ്ങളാണ് കണ്ടതും. അതുകൊണ്ട് രാഹുലിനെ സംബന്ധിച്ച് ഈ ജാമ്യം എന്ന് പറയുന്നത് രാഹുലിന്റെ മാത്രം ഒരു വിജയമല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രക്ഷോഭങ്ങളുടെ വിജയം കൂടിയാണ്. ആ സംഘടന ഈ സർക്കാരിനെ ശക്തമായി മുഖാമുഖം നിന്ന് എതിർക്കുന്നു, അതിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്നു എന്ന ഒരു സന്ദേശം കൂടി ഇന്ന് വരികയാണോ? വേണു, യൂത്ത് കോൺഗ്രസിന്റെയും രാഷ്ട്രീയ വിജയമായി ഈ ജാമ്യം ആഘോഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് എന്തിനായിരുന്നു ആ സെക്രട്ടേറിയറ്റ് മാർച്ച് എന്നടക്കമുള്ള കാര്യങ്ങളിലെ മെറിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു, പോലീസിന്റെ ഭാഗത്ത് നിന്ന് നരനായാട്ടുണ്ടാകുന്നു, അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലൂർ അടക്കം നടത്തിയിട്ടുള്ള പോലീസ് നരനായാട്ട്, അതിൽ പ്രതിഷേധിച്ചായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തിയത്. പക്ഷേ ആ മാർച്ചിന്റെ സമയത്ത് പോലീസ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആത്മസംയമനം പാലിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു കേരള പോലീസിനെ നമ്മൾ അതിനു മുൻപ് കണ്ടിട്ടുമില്ല. പക്ഷേ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ വളരെ ഗൗരവമുള്ള സ്വഭാവത്തിലാണ് പോലീസ് അതിനെ കണ്ടത്. അതിന് രാഷ്ട്രീയ നീക്കമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചരടുവലിയുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു പതിവില്ലാത്ത കേസ് എടുത്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ അത് വിമർശനമായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയതുമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 1-ാം പ്രതി, എം വിൻസെന്റ്, ഷാഫി പറമ്പിൽ, അതേപോലെ തന്നെ 4-ാം പ്രതിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തെന്നുള്ള കാര്യം അത് റിമാൻഡ് റിപ്പോർട്ടിലും അതേപോലെ തന്നെ FIR-ലും അടക്കം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. അത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എടുത്തിരിക്കുന്ന വകുപ്പുകൾ അത്രയും ഗുരുതര സ്വഭാവത്തിലുള്ള വകുപ്പുകളായിരുന്നു. പ്രത്യേകിച്ച് ഔദ്യോഗികൃത്യങ്ങളോടൊന്നും തടസ്സപ്പെടുത്തി, പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു, പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റി, പൊതുമുതൽ നശിപ്പിച്ചു, അതേപോലെ തന്നെ ഈ ഗൂഢമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടന്നു, അതടക്കമുള്ള വകുപ്പുകൾ അങ്ങനെ ചുമത്തിയ ഒരു കേസ് ഒരു രാഷ്ട്രീയ പ്രതിഷേധ പരിപാടിക്കെതിരെ എടുക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്നു. അതടക്കം രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോഴൊക്കെ അദ്ദേഹം എടുക്കുന്ന പ്രതിരോധം അത് കേസെടുത്തും പോലീസിനെ ഉപയോഗിച്ചും വിരട്ടാം, അങ്ങനെയുള്ള സ്വഭാവത്തിലുള്ളതാണെന്നുള്ള ആക്ഷേപം അത് വലിയ തരത്തിൽ ഉയർന്നു കേൾക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. ആ അറസ്റ്റ് സമയത്ത് നമ്മൾ കണ്ടതാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം. അറസ്റ്റ് ചെയ്യപ്പെട്ട 9-ാം തീയതി മുതൽ ഈ ദിവസം വരെ യൂത്ത് കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള പ്രതിഷേധം അത് ഇതിനു മുൻപ് സമാനമായ രീതിയിലൊന്നും യൂത്ത് കോൺഗ്രസ് കണ്ടിട്ടില്ലാത്തൊരു സാഹചര്യമാണ്. മറ്റൊരു സാഹചര്യം കൂടി വേണം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനത്തേക്ക് ലാൻഡ് ചെയ്യുന്നത് വിവാദത്തിന് നടുവിലേക്കായിരുന്നു. നമുക്കറിയാം, വ്യാജ തിരിച്ചറിയൽ രേഖ അന്ന് കോൺഗ്രസിന്റെ അകത്ത് നിന്ന് പരോക്ഷമായും പ്രതിപക്ഷ പാർട്ടികളും പറഞ്ഞ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആരോപണങ്ങൾക്ക് മെറിട്ടില്ല, മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സമരം ചെയ്ത് പാരമ്പര്യമുള്ള ആളല്ല എന്നടക്കമുള്ള വിമർശനം അദ്ദേഹം കേട്ടതാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം നടത്തിയ ആദ്യ സമരം, അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചുമതല ഏറ്റെടുത്ത ശേഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ആദ്യ സമരത്തിൽ തന്നെ അതൊരു വലിയ തരത്തിലുള്ള പ്രതിഷേധം കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്ന് കോൺഗ്രസിന് വിലയിരുത്തലുണ്ട്. അതിനുമപ്പുറത്തേക്ക് ആ കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു പൊതുപ്രതീതി കോൺഗ്രസ് ഇതിനോടകം തന്നെ ആക്ഷേപമായി ഉയർത്തിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്രയും വലിയ വിവാദങ്ങൾ നടക്കുമ്പോഴാണ് ഈ കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് ജാമ്യം ലഭിക്കുന്നത് എന്നുള്ളത്
രാഷ്ട്രീയമായി ഏറെ നിർണായകമാണ്. മാത്രവുമല്ല അത് പോലീസിനെതിരെയും അതേപോലെ തന്നെ സർക്കാരിനെതിരെയും വലിയ ആക്ഷേപമായി ഇനിയും കോൺഗ്രസ് ഉയർത്തും. അത് പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ അവരുടെ സംസ്ഥാന അധ്യക്ഷന് ജാമ്യം ലഭിച്ചു. അത് അവരുടെ പ്രതിഷേധങ്ങളുടെ, പ്രത്യേകിച്ച് കാസർഗോഡും ആലപ്പുഴയിലും കണ്ണൂരും കോഴിക്കോടും അടക്കം നമ്മൾ കണ്ടതാണ്. മുൻപൊന്നും കണ്ടിട്ടില്ലാത്തൊരു യൂത്ത് കോൺഗ്രസിനെ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധ ചൂടിൽ അല്ലെങ്കിൽ ആ പ്രതിഷേധ ചൂട് പോലീസ് അത് തിരിച്ചറിഞ്ഞതുമാണ്. പക്ഷേ അപ്പോഴും അവരുടെ സംസ്ഥാന അധ്യക്ഷൻ ജയിലിൽ തുടരുകയായിരുന്നു. ആ ഒരു രീതിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ യൂത്ത് കോൺഗ്രസിന് സംഘടിപ്പിക്കാനായി. മാത്രവുമല്ല നിയമപരമായി കൂടി അതുമായി ബന്ധപ്പെട്ടവർ വിജയിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ പറയുന്നുണ്ട്. ഇന്ന് ഈ ജാമ്യത്തിൽ വാദം കേൾക്കുമ്പോൾ പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ച കാര്യങ്ങളെ അത് പ്രതിഭാഗം അഭിഭാഷകൻ കൃത്യമായി തന്നെ ഡിഫെൻഡ് ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആക്രമണത്തിന് ആഹ്വാനം ചെയ്തതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ എങ്ങും പറയുന്നില്ല. പിന്നെ എങ്ങനെ കോടതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ കഴിയും? അത്രയും വലിയൊരു അക്രമ സംഭവം നടന്നിട്ട് അതിന് നേതൃത്വം നൽകിയ ആളെ പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലേ? മാത്രവുമല്ല വേറെ വിവാദമായിട്ടുള്ള, അതായത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം ആ വിവാദത്തിൽപ്പെട്ട് വക്കീൽ നോട്ടീസ് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കായിരുന്നു. അവിടെയും നമ്മൾ കണ്ടതാണ്. ആ ആരോഗ്യാവസ്ഥയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച റിപ്പോർട്ട് വ്യാജമാണെന്ന് CPMന്റെ മുതിർന്ന നേതാക്കൾ ആരോപിച്ചു. പക്ഷേ ഇന്ന് കോടതിയിൽ പ്രതിഭാഗം പറഞ്ഞത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ട് സർക്കാർ ഡോക്ടർ പരിഗണിച്ചില്ല, അത് സാധാരണഗതിയിലുള്ള സംഭവമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിഗണിച്ചു. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും രാഹുലിന് ഇന്ന് ജാമ്യം അനുവദിച്ചത്. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് സർക്കാരിനെതിരെ ഉയർത്താൻ കാണിക്കുന്ന, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് എതിരെ ഉയർത്താൻ കാണിക്കുന്ന, മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്താൻ സാധിക്കുന്ന ഒരു വലിയ ആയുധം അവർക്ക് ഇപ്പോൾ ഈ ജാമ്യത്തിലൂടെ ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വേണു, ഷഫീദ്, ഇനിയിപ്പോൾ കോടതിയുടെ നടപടികൾ എന്തൊക്കെയാണ്? ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷന് ചില ആക്ഷേപങ്ങളുണ്ട്. ആ ആക്ഷേപം ഇപ്പോൾ കോടതി കേൾക്കുകയാണ് എന്നുള്ളതാണ് കോടതിക്കുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതായത് ആ ഉത്തരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കോടതി ആദ്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ ചില ആക്ഷേപങ്ങൾ, ചില ക്രോസുകൾ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ട്. അതിന്മേൽ ചില തരത്തിലുള്ള സംസാരങ്ങൾ നടക്കുകയാണ്. പക്ഷേ പൂർണ്ണമായും ആ കേസിൽ എന്താണ് സാഹചര്യം എന്നുള്ള കാര്യം നമുക്ക് ആ ഉത്തരവ് കൈ കിട്ടിയാൽ മാത്രമേ പറയാൻ കഴിയൂ. ഏതായാലും നിർണായകമായിട്ടുള്ള കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ജാമ്യം അത് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കൂടി ആ കേസിൽ ജാമ്യം ലഭിച്ചു എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഷഫീദ്, ഇപ്പോൾ ഈ ഡിസംബർ 20 ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ അതിലാണ് രാഹുലിന്റെ വീട് റെയ്ഡ് ചെയ്ത് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയത്. അപ്പോഴാണ് ഈ നോട്ടീസൊക്കെ നൽകിയത്. അതെല്ലാം വിമർശന വിധേയമായതാണ്. പിന്നീട് കണ്ടത് മറ്റു കേസുകൾ കൂടി എടുക്കുന്നു, അതിന്റെ ഭാഗമായി ജയിലിലെത്തി അറസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ ആദ്യ ദിവസം തന്നെ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. പക്ഷേ തുടർ നടപടികളാണ് ഇതെല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അപ്പോൾ രാഷ്ട്രീയമായി വേട്ടയാടുക എന്ന ഉദ്ദേശം വ്യക്തമായിരുന്നു ഈ പോലീസ് നടപടികളിലെല്ലാം. ഇന്നിപ്പോൾ വരുന്ന വാർത്ത ഈ വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുന്നു എന്നതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നാലും നിയമ നടപടികൾ തുടർന്നും നേരിടേണ്ടി വരും. ആ രൂപത്തിൽ രാഹുലിനെ വേട്ടയാടൽ തുടരും എന്ന് തന്നെയാണോ ഈ പോലീസിന്റെ നീക്കങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന? വേണു, ആ രാഷ്ട്രീയ ആക്ഷേപം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും UDFും കാര്യമായി ഉയർത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുലിന്റെ അറസ്റ്റ് മുതൽ ഇങ്ങോട്ടേക്കുള്ള രീതി. അതിൽ ഒന്നാമത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് തൊട്ട് തലേ ദിവസം, അതായത് ജനുവരി 9 തൊട്ട് തലേ ദിവസം യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട കൊല്ലത്തെ ആ വേദിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എങ്ങും വെച്ച് അറസ്റ്റ് ചെയ്തില്ല. അതിന് മുൻപുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നു. അദ്ദേഹം ചില പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. അവിടെയും വെച്ച് അറസ്റ്റ് ചെയ്തില്ല. പിറ്റേ ദിവസം പുലർച്ചെ വീട്ടിലേക്ക് എത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ തൊട്ട് തുടങ്ങുന്നു. കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ആക്ഷേപങ്ങൾ അത് ഈ സ്വന്തം മാതാവിന് മുൻപിൽ വെച്ച്, ബന്ധുക്കൾക്ക് മുൻപിൽ വെച്ചൊക്കെ അറസ്റ്റ് ചെയ്ത് ഭയപ്പെടുത്താനുള്ള രീതിയായി പലതരത്തിൽ അതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭാഗത്ത്. അതിനുശേഷം അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു. മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിക്കേണ്ട ഏതെങ്കിലും തരത്തിലുള്ള മര്യാദ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അദ്ദേഹം ഒരു കൊലപാതക കേസിലെ പ്രതിയൊന്നും ആയിരുന്നില്ല. പക്ഷേ പോലീസ് അക്കാര്യത്തിൽ വൈരാഗ്യ ബുദ്ധിയോട് പെരുമാറി. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നുള്ള വിമർശനം, എന്നുള്ള ആക്ഷേപം, എന്നുള്ള കുറ്റപ്പെടുത്തൽ അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സജീവമായി അവർ ഉയർത്തിയതാണ്. ഇന്നലത്തെ പ്രതിഷേധ മാർച്ചുകളിൽ പോലും അവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു, അതിന് പോലീസിനെ ഉപയോഗിക്കുന്നു, ആഭ്യന്തര വകുപ്പ് അക്കാര്യത്തിൽ വൈരാഗ്യം തീർക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനം കോൺഗ്രസിനുണ്ട്. ഇപ്പോൾ ഈ ജാമ്യം ലഭിച്ച ഒരു ഘട്ടത്തിൽ പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഒരേപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങളും അതേപോലെ തന്നെ അതിനെ ഒരു രാഷ്ട്രീയ
പ്രതിസന്ധി അക്കാര്യത്തിൽ ഉണ്ടാക്കുക എന്നടക്കമുള്ള കാര്യത്തിലുള്ള നീക്കങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. വേണു. ശരി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഡിസംബർ 20 സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. DGP ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഇപ്പോൾ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടി ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട ചിത്രത്തിന് വ്യക്തത കിട്ടും. ഇന്ന് തന്നെ മിക്കവാറും ജയിൽ മോചിതനാകാൻ കഴിയുമെന്നാണ് കരുതേണ്ടത്. രാഹുലിന്റെ ജാമ്യ വ്യവസ്ഥ 50,000 രൂപയുടെ ബോണ്ട് കെട്ടിവെക്കണം, ഇല്ലെങ്കിൽ 2 പേരുടെ ആൾജാമ്യം, പൊതുമുതൽ നശിപ്പിച്ചതിന് 1360 രൂപ കെട്ടിവെക്കണം, 6 ആഴ്ച എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. ഈ വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഈ വാർത്തയുടെ തന്നെ പുതിയ വിവരങ്ങളിലേക്ക് എത്താം. ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം. കേരളത്തിൽ ജയിക്കാൻ കഠിന പ്രവർത്തനം വേണമെന്ന് പ്രവർത്തകരോട് പ്രധാനമന്ത്രി. ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ജനങ്ങളുമായി നിരന്തര സമ്പർക്കം പുലർത്താനും മറൈൻ ഡ്രൈവിൽ നടന്ന BJP ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഡൽഹിയിലേക്കുള്ള യാത്രയിൽ കേരളത്തിന് പങ്കുണ്ട്. വിപരീത പരിസ്ഥിതിയിലും BJPക്ക് കേരളത്തിൽ മുന്നേറ്റമുണ്ടെന്നും സംസ്ഥാന നേതൃത്വത്തിൻ്റേത് മികവുറ്റ സംഘാടനമെന്നും പ്രധാനമന്ത്രി പ്രശംസിച്ചു. കേരള दिल्ली विजय का नेतृत्व करने की ताकत वाला बन गया है। चुनाव जीतने के लिए हम लोकसभा जीतने की बात तो करेंगे, लेकिन यहां शक्ति केंद्र के कार्यकर्ता आए हैं। हमारा पहला संकल्प चाहिए, हमारा बूथ हम जीतेंगे। हम हमारे बूथ में पराजित नहीं होंगे. LDFനെയും UDFനെയും രൂക്ഷ ഭാഷയിൽ കുറ്റപ്പെടുത്തിയ പ്രധാനമന്ത്രി പ്രസംഗത്തിലുടനീളം ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു. LDF UDF का इतिहास किस तरह घोटालों का रहा है, भ्रष्टाचार का रहा है. आज भारत को दुनिया विश्व मित्र के रूप में देख रही है. पूरी दुनिया में भारत और भारतीयों का गौरव नई बुलंदी पर है. കേരളത്തിലെ എൻ്റെ സഹപ്രവർത്തകരെ എന്ന് മലയാളത്തിൽ ആവർത്തിച്ച് പറഞ്ഞായിരുന്നു പ്രസംഗം. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൈവെട്ടിയ പ്രൊഫസർ TJ ജോസഫും പ്രത്യേക ക്ഷണപ്രകാരം പരിപാടിയിൽ പങ്കെടുത്തു. കൊച്ചി കപ്പൽശാലയിൽ 4000 കോടിയുടെ 3 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറൈൻ ഡ്രൈവിലെ വേദിയിലെത്തിയത്. അശ്വിൻ പാലാഴി, രാഹുൽ വിജയൻ, സൂരജ് സജി, നിഖിൽ പ്രമേഷ് എന്നിവരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം രാഹുൽ വിജയനിലേക്ക്. രാഹുൽ, ഈ ഷിപ്പ്യാർഡിലെ പരിപാടിയിൽ എന്തൊക്കെയാണ് മോദി പറഞ്ഞത്? എന്തൊക്കെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത്? വേണു, 4000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2000 കോടി രൂപയുടെ പദ്ധതികൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2000 കോടി രൂപയുടെ പദ്ധതി IOCLൻ്റെയുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം രാജ്യത്തിന് രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറെ പ്രയോജനപ്പെടുന്ന ഒന്നായി മാറുന്നു എന്നുള്ളതാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയും ചെയ്തത്. ഇതിൽ പലതരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള രാഷ്ട്രീയ എതിർപ്പുകൾ പലതരത്തിൽ നിലനിൽക്കുന്നത്. അതിനിടയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഈ പദ്ധതികളെ അല്ലെങ്കിൽ ഈ പദ്ധതികൾ സമർപ്പിക്കുന്നതിനെ നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് ഗുണകരമാകുന്ന ഈ പദ്ധതി വലിയ തരത്തിൽ ഈ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ ന്യൂ ഡ്രൈ ഡോക്ക്, ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി എന്നിവയാണ് ഈ ഷിപ്പ്യാർഡിൻ്റെതായിട്ട് രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തത്. ശരി, രാഹുൽ വിജയനാണ് കൊച്ചി ഷിപ്പ്യാർഡിലെ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നു. സൂരജ് സജി, പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വേണു, ഈ മാസം തന്നെ 2ാം തവണയുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം, ആ സന്ദർശനം BJP പ്രവർത്തകർ ആവേശത്തിലാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ഒരു പ്രവർത്തക പ്രവാഹം അത് ഗുരുവായൂരിന്റെ വിവിധ മേഖലകളിൽ നമുക്ക് കാണാനായി. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രി 7:15 എത്തുന്നത്. അവിടെ 5000-ലധികം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഒപ്പം BJPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഈ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അവിടെ ഏകദേശം 1 മണി
മണിക്കൂറിലധികം നേരം അദ്ദേഹം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചിലവഴിക്കുന്ന ഒരു കാഴ്ചയും ഇന്ന് നമ്മൾ കണ്ടു. ആദ്യം അദ്ദേഹം ഈ സർക്കാരിന്റെ കീഴിൽ, അതായത് ദേവസ്വത്തിന്റെ കീഴിലുള്ള അതിഥി മന്ദിരത്തിലേക്കാണ് എത്തിയത്. അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തി. അദ്ദേഹം ഈ ചുറ്റമ്പലത്തിനകത്തേക്ക് കടന്നതിന് ശേഷം അദ്ദേഹം പ്രത്യേക വഴിപാടുകളെല്ലാം ഉണ്ടായിരുന്നു. ഈ വഴിപാടുകൾ കഴിച്ച് ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരുക്കങ്ങൾ നടന്ന വേളയിലടക്കം ഈ ഗുരുവായൂരിലെ ഇന്നേ ദിവസം നടക്കുന്ന ചില വിവാഹങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് എന്നാൽ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കെല്ലാം ഉള്ള മറുപടി എന്ന തരത്തിൽ അദ്ദേഹം ഇന്ന് വിവാഹം നടത്തിയ ഈ ദമ്പതിമാരെ അദ്ദേഹത്തിന് നേരിട്ടെത്തി അഭിനന്ദിക്കുന്ന കാഴ്ചയും ഇന്ന് കണ്ടു. അത്തരത്തിൽ 9 ദമ്പതിമാരെ, ഇന്ന് വിവാഹം കഴിച്ച 9 ദമ്പതിമാരെ പ്രധാനമന്ത്രി നേരിട്ട് അഭിനന്ദിച്ചു. അതിനുശേഷം ഇദ്ദേഹം വീണ്ടും ഈ അതിഥി മന്ദിരത്തിലെത്തി വിശ്രമിച്ചു. അതിനുശേഷമാണ് ഇദ്ദേഹം സുരേഷ് ഗോപിയുടെ മകൾ, അതായത് ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ ഇദ്ദേഹം പങ്കെടുത്തു. അത് പ്രധാനമന്ത്രി നേരിട്ടെത്തിക്കൊണ്ട് ഒരു കാരണവർ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വിവാഹം നടത്തുന്ന കാഴ്ചയാണ് ഇന്ന് തൃശ്ശൂരിൽ നമുക്ക് കാണാനായത്. അദ്ദേഹം തന്നെ ഈ തുളസിമാല എടുത്തു നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ വിവാഹ ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയുണ്ടായി. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ സഹപ്രവർത്തകരായി ഏറെക്കാലം സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ, ദിലീപും അടക്കമുള്ളവർ ഈ ചടങ്ങിലെല്ലാം പങ്കെടുത്തു. ദൂരത്ത് മാറി നിന്ന്, അതായത് കയ്യെത്തും ദൂരത്ത് മാറി നിന്നാണെങ്കിൽ പോലും ഇവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഒടുവിൽ ഈ നവദമ്പതികൾക്ക് ആശംസ അർപ്പിച്ച് പോകുന്ന വേളയിൽ പ്രധാനമന്ത്രി മോഹൻലാലിനോടും അതുപോലെ തന്നെ മമ്മൂട്ടിയോടും എല്ലാം കുശലം പറഞ്ഞുകൊണ്ട് ഇവരെയും അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് യാത്രയായത്. തൊട്ടു പിന്നാലെ പ്രവർത്തകരുടെ സ്വീകരണം എല്ലാം ഉണ്ടായിരുന്നു. വഴിനീളെ പ്രവർത്തകർ കാത്തുനിന്നും ഒടുവിൽ ഇവിടെ നിന്ന് വീണ്ടും ശ്രീകൃഷ്ണ കോളേജിലെത്തി അവിടെ നിന്ന് ഹെലിപ്പാഡിൽ നിന്ന് ഹെലികോപ്റ്ററിലാണ് ഇദ്ദേഹം തൃപ്രയാറിലേക്ക് യാത്ര തിരിച്ചത്. എന്തായാലും 2 മണിക്കൂറിലധികം നേരം ഗുരുവായൂരിൽ, ആകെ മൊത്തം സമയമെടുക്കുകയാണെങ്കിൽ 2 മണിക്കൂറിലധികം നേരം പ്രധാനമന്ത്രി എന്തായാലും ഗുരുവായൂരിൽ ചിലവഴിച്ചു. BJPയെ സംബന്ധിച്ച് തൃശ്ശൂരിൽ രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അത് എന്തായാലും ഒരു പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായി തന്നെ അതൊരു അജണ്ട അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ നേട്ടമുണ്ടാക്കാനുള്ള ഒരു നീക്കം അത് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. വേണു. ശരി, സൂരജ് സജിയാണ് പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ നൽകാൻ ചേർന്നത്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനാകും. പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ടെടുത്ത എല്ലാ കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും DGP ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ CJIM കോടതിയും ജാമ്യം അനുവദിച്ചു. വ്യവസ്ഥകളോടെയാണ് ജാമ്യം. നടപടി പൂർത്തിയായാൽ ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനാകും. ഇനിയിപ്പോൾ വലിയ നടപടിക്രമങ്ങളുടെ ഒരു കാലതാമസം ഉണ്ടാകുമെന്ന് കരുതുക വയ്യ. പ്രധാനപ്പെട്ട കേസ് ഇതിൽ ഡിസംബർ 20 സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിൽ ആണ് ഇന്ന് നിർണായകമായ വിധി പ്രതീക്ഷിച്ചത്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ്. മറ്റൊന്ന് DGP ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസാണ്. അതിലെ നടപടികളാണ് കുറച്ച് വൈകിക്കൊണ്ടിരുന്നത്. അതിലെ തീരുമാനവും ഇപ്പോൾ വന്നിരിക്കുന്നു. CJIM കോടതി അതിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇതോടെ 4 കേസുകളിലും ജാമ്യം ലഭിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് തന്നെ ജയിൽ മോചിതനാകാൻ കഴിയും. ഇന്ന് നൈറ്റ് മാർച്ച് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസം കൂടിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കുന്ന നൈറ്റ് മാർച്ചാണ് ഇന്ന് പ്രഖ്യാപിച്ചിരുന്നത്. എല്ലാ ദിവസങ്ങളിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി ജില്ലാ കളക്ട്രേറ്റുകൾ ഉപരോധിക്കുകയും ആ സമരങ്ങളെല്ലാം അക്രമാസക്തമാവുകയും പോലീസിന്റെ നരനായാട്ടുണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. അതിലിപ്പോൾ ആത്യന്തികമായി രാഷ്ട്രീയവും നിയമപരവുമായ വിജയം യൂത്ത് കോൺഗ്രസിന് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തന്നെ ജയിൽ മോചിതനാകും. സലിം മാലിക് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം മാലിക്, എന്താണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? എന്താണ് ഈ കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? വേണു, ഞാനിപ്പോൾ നിൽക്കുന്നത് പൂജപ്പുര ജയിലിന് മുൻപിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഇവിടെയാണുള്ളത്. ഈ റിലീസിംഗ് ഓർഡർ ഉൾപ്പെടെയുള്ളവ വന്നാൽ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനാവും. ആഘോഷമായി തന്നെ രാഹുലിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോഴുണ്ട്. ഇന്ന് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കാനിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ നൈറ്റ് മാർച്ച് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ ആലോചന നടത്തുകയാണ്. എന്തായാലും വലിയ ആഘോഷത്തോടുകൂടി 6 മണിയോടുകൂടിയാകും പുറത്തിറങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് ഈ ജയിലിന് മുൻപിൽ വെച്ച് വലിയ ആവേശത്തോടു കൂടിയുള്ള ഒരു സ്വീകരണം എന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത്. അത് ഒരു സാധാരണഗതിയിൽ ഒരു നേതാവിന് കിട്ടുന്നതിനപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയ വിജയം, ഒരു നിയമ പോരാട്ടത്തിന്റെ വിജയം എന്ന നിലയിൽ തന്നെയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ അധ്യക്ഷൻ, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസുമായി പ്രധാനപ്പെട്ട നേതാക്കൾ അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ കൂടിയാലോചന നടത്തുകയാണ്. ഈ നൈറ്റ് മാർച്ച് ഒഴിവാക്കി പൂർണ്ണമായും ഇവിടെ നിന്നൊരു ആഘോഷ സ്വീകരണം രാഹുലിന് നൽകുക എന്നുള്ളതാണ്
ഇപ്പോൾ അവർ ആലോചിക്കുന്നത്. അതേസമയം ഇന്നലെ ആലപ്പുഴയിൽ ഉൾപ്പെടെ നടന്ന മാർച്ചിന്റെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച ഈ ആഘോഷ സ്വീകരണത്തിനൊപ്പം തന്നെ പ്രഖ്യാപിച്ച നൈറ്റ് മാർച്ച് കൂടി തുടരണോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുന്നുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ തീരുമാനമാകും. എന്തായാലും നിലവിൽ ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കർശന ഉപാധികളോടെയാണ്. പക്ഷേ അതേസമയം നിരവധി കേസുകൾ ഒരേ സമയം തന്നെ കന്റോൺമെന്റ് സ്റ്റേഷനിലും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും രാഹുലിന് ജാമ്യം നിഷേധിക്കണം, 14 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ജാമ്യം ലഭിക്കാവൂ എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന നിലയിലായിരുന്നു പോലീസിന്റെ ഒരു ഇടപെടൽ. അത് 2 സ്റ്റേഷനുകളിലായി വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു, 5 കേസുകളിലായി അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഒരു കേസിൽ ജാമ്യം ലഭിച്ചാലും മറ്റൊരു കേസിൽ പുറത്തിറങ്ങരുത്. അങ്ങനെ എന്തായാലും ജയിലിൽ തന്നെ 14 ദിവസമുള്ള റിമാൻഡ് കാലാവധിയിലെങ്കിലും ജയിലിൽ തന്നെ തുടരണം എന്നുള്ളതായിരുന്നു പോലീസിന്റെ നീക്കം. അതിന് കിട്ടിയ ഒരു തിരിച്ചടി കൂടി പോലീസിന് കോടതിയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്നലെയും ഇന്നുമായി മുഴുവൻ കേസുകളിലും രാഹുലിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ മുഴുവൻ കേസുകളിലും ജാമ്യം ലഭിച്ചതോടുകൂടിയാണ് ഇന്ന് തന്നെ ജയിൽ മോചിതനാവുക. അത് എത്രയും വേഗത്തിൽ ആ ഉത്തരവ് ഉൾപ്പെടെയുള്ളവ ക്രമീകരിച്ചുകൊണ്ട് ഈ ജയിലിലേക്ക് എത്തിക്കുകയും രാഹുലിനെ പുറത്തിറക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ നേതാക്കന്മാർ പദ്ധതിയിടുന്നത്. ഇവിടെ ഒരു അല്പസമയത്തിനകം തന്നെ പ്രവർത്തകരെല്ലാവരും പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തും. ജയിലിൽ നിന്നും രാഹുലിനെ സ്വീകരിക്കാൻ ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് നേരിട്ടെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ജയിലിൽ 3 മണിക്ക് സന്ദർശനം നടത്താനിരുന്നതാണ് BV ശ്രീനിവാസ്. പക്ഷേ ആ സമയത്താണ് ഏറെക്കുറെ ജാമ്യം ലഭിക്കുമെന്നൊരു വിവരം അവരുടെ അഭിഭാഷകരിൽ നിന്ന് ലഭിച്ചത്. അതേ തുടർന്ന് ആ കൂടിക്കാഴ്ച തന്നെ ക്യാൻസൽ ചെയ്യുകയായിരുന്നു. അതിനുശേഷം ദേശീയ അധ്യക്ഷൻ തന്നെ നേരിട്ടെത്തി ആഘോഷമായി രാഹുലിനെ സ്വീകരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് പദ്ധതി. ഒരുപക്ഷെ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നെങ്കിൽ പോലും ആ നൈറ്റ് മാർച്ചിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കാനാണ് ശ്രമം. പക്ഷേ ആ നൈറ്റ് മാർച്ച് ഇനി തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് നിലവിൽ ആലോചന നടക്കുന്നത്. വേണു, സലിം മാലിക്, ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടാണ് കരിങ്കൊടി പ്രതിഷേധവുമായി KSUവും യൂത്ത് കോൺഗ്രസും എല്ലാം വന്നത്. അപ്പോഴും അവർക്ക് നേരെ വലിയ രാഷ്ട്രീയ പരിഹാസം CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഓരോ ഇടവഴികളിൽ പതുങ്ങി നിന്ന് ചാടി വീഴുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ വിമർശനം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റോടുകൂടി ആ സംഘടന എങ്ങനെ ഉണർന്നെഴുന്നേറ്റു, അതൊരു സമര സംഘടനയായി മാറി എന്നതിന്റെ സാക്ഷ്യമാണ് പിന്നെ കേരളത്തിന്റെ തെരുവുകൾ കണ്ടത്. അതുകൊണ്ട് ഈ ജയിൽ മോചിതനായി പുറത്തേക്ക് വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു സമര സംഘടനയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ കൂടിയല്ലേ വരുന്നത്? ഉറപ്പായും വേണു, ജയിലിലേക്ക് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലല്ല. ഒരു സെക്കൻഡ് സലിമാലിക്ക് ഞാൻ വരാം, സലിമാലിക്കിലേക്ക് വരാം. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ കേസുകളിലും ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയമായും നിയമപരമായും നിങ്ങൾ നേടിയെടുത്ത വിജയമല്ലേ? എന്താണ് ആദ്യ പ്രതികരണം? തീർച്ചയായിട്ടും അനാവശ്യമായി അകാരണമായി ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കേസ് ചുമത്തുകയും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ പുറത്തു വിടാതിരിക്കാൻ എന്നല്ല വീണ്ടും 3 FIR കൂടെ അദ്ദേഹത്തിന്റെ പേരിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായി എത്ര കണ്ട് ഹീനമായ പ്രവൃത്തിയാണ് കേരള ഗവൺമെന്റ് ഒരു യൂത്ത് കോൺഗ്രസിനോട് നടത്തിയിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇതിപ്പോ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, 1 രാഷ്ട്രീയമായി ഞങ്ങൾ നേരിടും, 2 നിയമപരമായി നേരിടും. നിയമപരമായ പോരാട്ടത്തിൽ ഞങ്ങൾ വിജയിച്ചു, രാഷ്ട്രീയമായ പോരാട്ടത്തിൽ നമ്മൾ വിജയത്തിന്റെ വെന്നിക്കുറി പാറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ ശക്തമായ പോരാട്ടം കേരളത്തിലുണ്ടാകും. രാഹുലിന്റെ അറസ്റ്റും രാഹുലിനെ ജയിലിനകത്തിട്ടതും ഒക്കെ കേരളത്തിലെ ചെറുപ്പക്കാരെ കൂടുതൽ പ്രകോപിതരാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി ശക്തമായ പോരാട്ടം വരും നാളുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഉണ്ടാകും. ആ പോരാട്ടത്തിന്റെ രോഷാഗ്നിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള വികാരം പ്രതിഫലിക്കും. അതിൽ തർക്കമില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ഈ യൂത്ത് കോൺഗ്രസിനെ നല്ല വീര്യമുള്ള ഒരു സമര സംഘടനയാക്കി മാറ്റി ഈ സർക്കാരിന്റെ കിരാത നടപടികൾ എന്ന വിലയിരുത്തൽ നിങ്ങൾക്കില്ലേ? തീർച്ചയായിട്ടും പ്രാകൃതമായ കാലഘട്ടത്തിലുള്ള ആളുകൾ പോലും ചെയ്യാത്ത നടപടിയാണ് ഈ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയാണ് ആദ്യമായി പറഞ്ഞത് കരിങ്കൊടി കാണിക്കുന്നതിന് ചെറുപ്പക്കാർക്ക് അവകാശമുണ്ട്, കറുത്ത ഊരി പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. എന്നിട്ട് ആ അവകാശം ഉപയോഗിച്ച ആളുകളെയാണ് ചെടിച്ചട്ടി കൊണ്ടും അതുപോലെ തന്നെ കമ്പിപ്പാര കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തലയടിച്ച് പൊട്ടിച്ചപ്പോ അതിനെ രക്ഷാപ്രവർത്തനമായി ചിത്രീകരിച്ച് അവർക്ക് വീണ്ടും വീണ്ടും പ്രചോദനം നൽകി കേരളത്തിലെ പോലീസിനെ നിഷ്ക്രിയമാക്കി. എന്നിട്ട് ആ പോലീസ് ചെയ്യേണ്ട ജോലി ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് ചെയ്യിച്ച് ആനന്ദസാഗരത്തിൽ ആറാടിയ ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണിത്. ശരി, നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രതികരിച്ചതിന്. സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, പറഞ്ഞു വന്ന് തുടരാം.
വേണു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജയിലിനകത്തേക്ക് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലല്ല, കുറച്ചുകൂടി കരുത്തനായ രാഹുൽ മാങ്കൂട്ടത്തിലാകും ഉറപ്പായും പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. കാരണം CPM-നുള്ളിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അനാവശ്യമായ ഒരു ഹൈപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകി എന്നുള്ളൊരു അഭിപ്രായം അവർക്ക് തന്നെ ഉണ്ടായിരുന്നു. ഈ അറസ്റ്റോടുകൂടി കൂടുതൽ കരുത്തനാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ ആ ദിവസം മുതൽ തന്നെ കാണുകയും ചെയ്തതാണ്. കാരണം ഈ അറസ്റ്റ് ചെയ്ത് പോകുമ്പോഴൊക്കെയും പോലീസിനോട് കയർക്കുന്ന മുൻപംഗമില്ലാത്തൊരു സമരവീര്യമുള്ള ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ നിയമ പോരാട്ടം കൂടി നടത്തി ആ നിയമ പോരാട്ടത്തിലും വിജയിച്ചു നിൽക്കുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും പ്രതിപക്ഷത്തിന്റെ കുന്തമുനയായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല യൂത്ത് കോൺഗ്രസും ഈ നേരത്തെ തന്നെ ഈ നവകേരള സദസ് ആരംഭിച്ചത് മുതൽ തന്നെ യൂത്ത് കോൺഗ്രസ് ഒരു സമര സംഘടനയായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. അത് ഈ മുഖ്യമന്ത്രിയൊക്കെ പരിഹസിക്കുമ്പോൾ പോലും ഒന്നും രണ്ടുമായും അതല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും ഈ കടന്നു വരുന്ന 14 ജില്ലകളിലും ഈ സമരസംഘടന എന്ന നിലയിൽ തന്നെ ഒരു പ്രതിഷേധം ഉയർത്താൻ, കരിങ്കൊടി പ്രതിഷേധമൊക്കെ നടത്താൻ കഴിഞ്ഞിരുന്നു. അതിനെതിരെ ഉണ്ടായ അക്രമങ്ങളിൽ സെക്രട്ടേറിയറ്റിലേക്ക് വിവിധ മാർച്ചുകൾ നടത്താനും ഒക്കെ സാധിച്ച നിലയിൽ കേരളത്തിന്റെ പൊതുമധ്യത്തിന് മുന്നിൽ വലിയ സജീവമായി തന്നെ ഒരു സമരസംഘടനയായി നിലനിൽക്കുന്ന യൂത്ത് കോൺഗ്രസിനെ കണ്ടതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റോടുകൂടി പക്ഷേ ആ സംഘടന സമരം മറ്റൊരു നിലയിലേക്ക് മാറ്റുന്നതും കണ്ടു. ഓരോ ദിവസവും ഓരോ ജില്ലയിൽ എന്ന നിലയിൽ സമരങ്ങൾ, ഒപ്പം തന്നെ നൈറ്റ് മാർച്ചുകളൊക്കെ സംഘടിപ്പിച്ചതാണ്. ക്ലിഫ് ഹൗസിലേക്ക് ഒരു ദിവസം നൈറ്റ് മാർച്ച് നടത്തിയതാണ്. അതിനുശേഷം ദേശീയ അധ്യക്ഷനെ കൊണ്ടുവന്ന് തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ച്, നൈറ്റ് മാർച്ച് എന്ന നിലയിൽ നടത്താൻ തീരുമാനിക്കുകയും അത് ഇന്ന് തീരുമാനിക്കപ്പെടുകയും ചെയ്തതാണ്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഉറപ്പായും ഇന്നത്തെ ആ പരിപാടി ഏതു നിലയിലാണ് നടത്തുക എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യക്തത വരാനുള്ളത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി പങ്കെടുക്കുകയും ചെയ്യും. ഉറപ്പായും ഈ പ്രവർത്തകർക്ക് ആവേശം പകരുന്ന ഒരു പ്രസംഗം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഉപാധികളോടെയാണ് ജാമ്യമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് സമരപരിപാടികളിലൊക്കെ സജീവമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയ വിജയമാണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വിധത്തിലും ജാമ്യം ലഭിക്കരുത് എന്ന്, അതല്ലെങ്കിൽ ഒരു 14 ദിവസമെങ്കിലും റിമാൻഡിൽ തുടരണമെന്ന ഒരു നിഷ്കർഷയോടെ തന്നെ ഈ 5 കേസുകളിലായി വിവിധ അറസ്റ്റിലായതിനു ശേഷവും പുതിയ 2 കേസുകൾ കൂടി മ്യൂസിയം സ്റ്റേഷനിലും ഒപ്പം തന്നെ കന്റോൺമെന്റ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്യുകയും അതിൽ കൂടി ഒഫീഷ്യൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അതിലൊക്കെയും ഓരോ ദിവസവുമായി ഇന്നും ഇന്നലെയുമായി കോടതി ആ കേസുകളിലൊക്കെ രാഹുലിന് ജാമ്യം നൽകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായതോടുകൂടി അത് പൊളിറ്റിക്കൽ വിജയം എന്ന നിലയിൽ കൂടി അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒപ്പം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു രാഷ്ട്രീയ വിജയം എന്ന നിലയിൽ കൂടി അടയാളപ്പെടുത്തുകയും ചെയ്യും. നിലവിൽ എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വൈകുന്നേരം 6 മണിയോടുകൂടി പുറത്തിറങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പൂജപ്പുര ജയിലിന് മുന്നിൽ നിന്ന് ആവേശത്തോടുകൂടി ആവേശകരമായ ഒരു സ്വീകരണം നൽകാനാണ് സംസ്ഥാന കമ്മിറ്റി പദ്ധതിയിടുന്നത്. അതിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ നൈറ്റ് മാർച്ചിനായി തലസ്ഥാനത്തേക്ക് എത്താൻ പറഞ്ഞ നേതാക്കളോടൊക്കെ തന്നെ പൂജപ്പുര ജയിലിന് മുന്നിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അതൊരു രാഷ്ട്രീയ വിജയം എന്ന നിലയിൽ തന്നെ അടയാളപ്പെടുത്തിക്കൊണ്ട് രാഹുലിനെ പുറത്തിറക്കുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നിലവിൽ പദ്ധതിയിടുന്നത്. വേണു, സലിം അലിക്ക് അത്യുത്സാഹമായിരുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ജയിലിൽ അടയ്ക്കാൻ. ഇതിലൊക്കെ പ്രത്യേക താല്പര്യം പോലീസിനുണ്ടായിരുന്നു. കൂടാതെ ജയിലിൽ നിന്ന് ഉടനെങ്ങും പുറത്തു വരാതിരിക്കാൻ തുടർ അറസ്റ്റ് നടപടികളിലേക്കുമൊക്കെ പോലീസിന്റെ ഉത്സാഹം പോകുന്നത് കണ്ടതാണ്. സലിം അലിക്കിലേക്ക് വരാം. ഇപ്പോൾ മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ VM സുധീരൻ, രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അങ്ങയുടെ പ്രതികരണം? രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് തന്നെ തെറ്റായൊരു നടപടിയാണ്. നമ്മുടെ നാട്ടിൽ ജനാധിപത്യ കേരളത്തിൽ എത്രയോ സമരം നടക്കുന്നു. എത്രയോ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ നേതാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ, രാജ്ഭവന് മുന്നിൽ, കളക്ടറേറ്റുകൾക്ക് മുന്നിൽ, മറ്റു ഓഫീസുകൾക്ക് മുന്നിൽ എത്രയോ സമരങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങളൊക്കെ എത്രയോ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ മിക്ക അംഗങ്ങളും എത്രയോ സമരങ്ങളിൽ പങ്കെടുത്തിരിക്കുന്നു. ആ സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സ്വാഭാവികമായി ചിലപ്പോൾ അറസ്റ്റ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ വിടുക എന്നുള്ളതല്ലാതെ അതിന്റെ പേരിൽ പിന്നെ കള്ളക്കേസെടുത്ത് ഇല്ലാത്ത വകുപ്പുകൾ ചേർത്ത് അവരെ അറസ്റ്റ്, ഭീകരന്മാരെ പോലെ കൈകാര്യം ചെയ്യുക, അവരെ രാത്രി വീടുകളിൽ പോയി അറസ്റ്റ് ചെയ്യുക, അവരുടെ പേരിൽ ഒന്നിനു പുറകെ മറ്റ് കേസുകളൊക്കെ പിന്നെ ചാർത്തി കൊടുക്കുക. ഇങ്ങനെ ഒരു രീതിയുണ്ടോ? ഇത് എവിടത്തെ രീതിയാണ്? ഇന്നേ വരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിൽ സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ സമരം നടത്തിയതിന്റെ പേരിൽ, മാർച്ച് നടത്തിയതിന്റെ പേരിൽ കള്ളക്കേസെടുത്ത അല്ലെങ്കിൽ ഇതുപോലെ ജയിലിലിട്ടൊരു സംഭവം കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ഈ സംഭവത്തിൽ കേരള സർക്കാർ തീർത്താൽ തീരാത്ത കളങ്കമാണ് വരുത്തി വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ആലപ്പുഴ
ഇന്നലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയി കണ്ടിരുന്നു. നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കണ്ടിരുന്നു. എത്ര ക്രൂരമായിട്ടാണ് ആ പ്രവീൺ എന്ന് പറയുന്ന ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ വളഞ്ഞിട്ട് 10ഓളം പോലീസുകാർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ചിത്രം മാധ്യമങ്ങളിൽ വന്നതാണ്. കാരണം നമുക്കറിയാം, ഒരു ചില സന്ദർഭങ്ങളിലൊക്കെ ചെറിയ ചൂരൽ പ്രയോഗം എല്ലാത്തും ചെറിഞ്ഞ് നടത്തുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വീണ് കിടക്കുന്ന ആളെ വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിച്ച് ആ ചെറുപ്പക്കാരന്റെ തലച്ചോറിന് ക്ഷതമേറ്റിരിക്കുകയാണ്. ഞാൻ ഇന്നലെ മെഡിക്കൽ കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനെ കണ്ട് സംസാരിച്ചിരുന്നു, മറ്റു ഡോക്ടർമാരെ കണ്ട് സംസാരിച്ചു. ആ ചെറുപ്പക്കാരന്റെ തലച്ചോറ് ക്ഷതമേറ്റിരിക്കുകയാണ്. 7ഓളം തുന്നലാണ് തലയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ പെൺകുട്ടികൾ, മേഘ എന്ന് പറയുന്ന ഒരു കുട്ടി, അതുപോലെ തന്നെ ശരണ്യ എന്ന് പറയുന്ന ഒരു കുട്ടി, അവരൊക്കെ വളരെ, ആ കുട്ടി വെള്ളം ഇറക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ശരണ്യ ഞാൻ കണ്ടത്. ഇത്രമാത്രം ക്രൂരമായി ഈ മർദ്ദിച്ചൊതുക്കുക എന്ന് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് തീർത്താൽ തീരാത്ത നാണക്കേടാണ് വരുത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയോ നേരത്തെ പുറത്തു വരേണ്ടതായിരുന്നു. ഒരിക്കലും ജയിലിലടയ്ക്കപ്പെടാൻ പാടില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ സർക്കാർ നാൾക്ക് നാൾ ഒന്നിനൊന്ന് ജനങ്ങളിൽ നിന്നും കൂടുതലായി ഒറ്റപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഈ പ്രതികാര ദാഹത്തിന്റെ, ഈ പകപോക്കിന്റെ ഒക്കെ പ്രകടമായ രൂപം കാണുമ്പോൾ മനസ്സിലാക്കുന്നതാണ്. സർക്കാർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യാതൊരു സംശയവും വേണ്ട. ഇതിന് വലിയ തിരിച്ചടി സർക്കാരിന് ഏൽക്കേണ്ടി വരും. ശ്രീ വി എം സുധീരൻ, ഈ യൂത്ത് കോൺഗ്രസുകാരോട് ഇത്ര പ്രതികാരദാഹം എന്തുകൊണ്ടാണ് പിണറായി സർക്കാരിന്? യൂത്ത് കോൺഗ്രസുകാർ സമരം നടത്തുന്നു. കാരണം പിണറായി സർക്കാർ തെല്ലും ടോളറൻസ് ഇല്ലാത്തവരാണ്. ഇത്ര സഹിഷ്ണുതയില്ലാത്തൊരു ഭരണകൂടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആലോചിക്കുകയായിരുന്നു. എത്രയോ സമരം DYFI ചെറുപ്പക്കാർ എത്രയോ സമരം നടത്തുന്നു, യൂത്ത് കോൺഗ്രസുകാർ എത്രയോ സമരം നടത്തുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് എത്രയോ സമരം നടത്തി വന്നിട്ടുള്ള ആളുകളാണ്. അങ്ങനെ സമരം നടത്തുന്ന ഒരു പുതുമയുണ്ടോ കേരളത്തിൽ? ആ കേരളത്തിലാണ് ഇത്രമാത്രം വൈരനിരാധന ബുദ്ധിയോടുകൂടി, പകതീർക്കൽ ഭാവത്തോടുകൂടി സമരം ചെയ്യുന്നവർ അംഗീകരിക്കില്ല, അടിച്ചമർത്തും. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഞങ്ങൾ അടിച്ചമർത്തും. ഒരാളും ഈ സർക്കാരിന്റെ കീഴിൽ സമരത്തിന് വന്നേക്കരുത് എന്ന മട്ടിൽ ശരിക്കു പറഞ്ഞാൽ എന്തൊരു ഏകാധിപത്യപരമാണ്. ഒരു കാരണവശാലും ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന ആർക്കും തന്നെ അംഗീകരിക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അത്രമാത്രം മോശമായ രീതിയിലാണ് പോലീസ് ഏതാണ്ട് തെരുവ് ഗുണ്ടകളെ പോലും നാണിക്കുന്ന രീതിയിലല്ലേ അക്രമം നടത്തുന്നത്. യൂണിഫോം ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ള പോലീസുകാരെങ്കിലും ഓർക്കേണ്ടതാണ്. യാതൊരു സംശയവുമില്ല. ഏതായാലും കേരളത്തിലെ പോലീസിനും ചീത്തപ്പേരാണ്, സർക്കാരിന് തീരാക്കർജമാണ് വന്നിട്ടുള്ളതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെ നന്ദി ശ്രീ വി എം സുധീരൻ പ്രതികരിച്ചതിന്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് VT ബൽറാമും ടെലിഫോൺ ലൈനിലുണ്ട് പ്രതികരിക്കാൻ. ശ്രീ VT ബൽറാം, എന്ത് സന്ദേശം നൽകുന്നു കോടതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകുമ്പോൾ ഈ സർക്കാരിനും ഈ കിരാത നടപടികളിൽ ഒരു മടിയുമില്ലാതെ സർക്കാരിന് വേണ്ടി പാദസേവ ചെയ്യുന്ന പോലീസിനും? ശ്രീ VT ബൽറാം കേൾക്കാമോ? VT ബൽറാമിലേക്ക് വരാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട 5 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലടച്ച കേസ് ഡിസംബർ 20 സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിലാണ് നിർണായകമായ വിധി പ്രതീക്ഷിച്ചിരുന്നത്. ആ വിധി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ്. DGP ഓഫീസ് മാർച്ചായിരുന്നു, അതുമായി ബന്ധപ്പെട്ടതായിരുന്നു മറ്റൊരു അറസ്റ്റ്. അതിലും ഇന്നിപ്പോൾ CJM കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ഉപാധികളോടെ ജാമ്യം. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് ജയിൽ മോചിതനാകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷഫീഖ് റാവുത്തർ ചേരുന്നുണ്ട് ഇപ്പോൾ പുതിയ വിവരങ്ങളുമായി. ഷഫീഖ്, എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? ഏതായാലും വേണു, ഈ കോടതി നടപടികൾ അവസാനിച്ചിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട കേസുകളിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കേണ്ടിയിരുന്നത്. അതിൽ ഒന്നാമത്തെ കേസ് സെക്രട്ടേറിയറ്റ് മാർച്ചായിരുന്നു. വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിസംബർ 20 സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ട് പോലീസിനെ ആക്രമിച്ചു, പോലീസിന്റെ ഔദ്യോഗികൃത്വം തടസ്സപ്പെടുത്തി, പൊതുമുതൽ നശിപ്പിച്ചു, ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയ ഒന്നാമത്തെ കേസ്. ആ കേസിൽ റിമാൻഡിൽ കഴിയവെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും രാഹുലിനെതിരെ മറ്റു കേസുകളിൽ അറസ്റ്റ് നടപടിയിലേക്ക് കടന്നത്. അതിൽ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങൾ,
അതിലായിരുന്നു രണ്ടാമതായി ജാമ്യം ലഭിക്കേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു കേസ്, അതായത് സെക്രട്ടേറിയറ്റ് ആക്രമണ കേസ്, പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും DGP ഓഫീസിലേക്കുള്ള മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ CJM കോടതിയുമാണ് ജാമ്യാപേക്ഷകൾ പരിഗണിച്ചത്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ആദ്യ കേസുകളിൽ VT ബൽറാമിന്റെ പ്രതികരണം തേടേണ്ടതുണ്ട്. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ വന്നിട്ടുണ്ട്. ശ്രീ VT ബൽറാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എന്ത് സന്ദേശം പോലീസിനും സർക്കാരിനും നൽകുന്നു ഇത്? VT ബൽറാമിന് കേൾക്കാൻ കഴിയുന്നില്ല തോന്നുന്നു. ഷഫീദ് തുടർന്നോളൂ. വേണു, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ രണ്ടാമത്തെ കേസിൽ DGP ഓഫീസിലേക്കുള്ള മാർച്ചിൽ CJM കോടതി ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ച് അതിൽ കൂടി ഇപ്പോൾ ജാമ്യം നൽകിയതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനാകാൻ കഴിയും. കോടതിയിൽ നിന്നുള്ള ഉത്തരവിന്റെ പകർപ്പ് അത് ജയിലിലേക്ക് എത്തിക്കുന്നതോടുകൂടി ആ നടപടികൾ ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് നേരിട്ട് പൂജപ്പുര ജയിലിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വീകരിക്കും. നിലവിൽ അറിയുന്ന വിവരമനുസരിച്ച് അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ നൈറ്റ് മാർച്ചിനെത്തും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായോ അവിടേക്ക് തന്നെ നൈറ്റ് മാർച്ച് നടത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ശക്തി പ്രകടനം അത് നടത്തുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന വിവരം. നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും തിരുവനന്തപുരത്തില്ല. രമേശ് ചെന്നിത്തലയും MM ഹസനുമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് മുതിർന്ന നേതാക്കളായി തിരുവനന്തപുരത്തുള്ളവരുടെ പ്രതികരണം ഉണ്ടാകും. മാത്രമല്ല കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, ഷഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾ ഒരുപക്ഷെ പൂജപ്പുര ജയിലിന് മുൻപിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ അതൊരു രാഷ്ട്രീയ വിജയമാക്കി മാറ്റുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എണ്ണി പറഞ്ഞ കാര്യങ്ങൾ വേണു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല വിധത്തിൽ യൂത്ത് കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, അത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം വേട്ടയാടുന്നു. അതുകൊണ്ടാണ് ഈ കേസുകൾ ഇങ്ങനെ എടുത്തത്. സെക്രട്ടേറിയറ്റ് കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയവേ വീണ്ടും ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തൊട്ട് തലേ ദിവസം കൂടുതൽ കേസുകൾ എടുക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നു. അത് വൈരാഗ്യ ബുദ്ധിയാണ് പോലീസിന്റെ എന്നുള്ള കുറ്റപ്പെടുത്തൽ ആക്ഷേപങ്ങൾ അത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പലവിധത്തിൽ ഉയർത്തിയതാണ്. രാഷ്ട്രീയമായി ശരിയല്ലാത്ത രീതിയിലേക്കുള്ള പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുള്ള രാഷ്ട്രീയ കുറ്റപ്പെടുത്തലുകൾ ഇതിനോടകം തന്നെ പലതവണ കോൺഗ്രസ് ഉയർത്തിയതുമാണ്. ഈ ദിവസങ്ങൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുന്ന ജനുവരി 9 മുതൽ ഈ ദിവസം വരെ യൂത്ത് കോൺഗ്രസ് തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ അകാരണമായി ജയിലിൽ അടച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധ സമരങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നുള്ള പുതിയ സംസ്ഥാന അധ്യക്ഷനെ അവർക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ അധ്യക്ഷനെ തന്നെ ജയിലിൽ അടയ്ക്കുമ്പോൾ തങ്ങൾക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു രാഷ്ട്രീയ സന്ദേശം അതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അതിൽ അവർ വിജയിക്കുകയും കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ തന്നെയാണ് ഈ നടപടി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ ജാമ്യം ലഭിച്ചത് അത് വലിയ രാഷ്ട്രീയ വിജയമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഉയർത്തും. മാത്രവുമല്ല തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ വ്യാജ തിരിച്ചറിയൽ രേഖാ കേസുമായി ബന്ധപ്പെട്ടടക്കം ഇപ്പോൾ പുതിയ നീക്കത്തിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്. അതിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ടുണ്ട്. അതടക്കമുള്ള പുതിയ സാഹചര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും തുടർച്ചയായി സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. മാത്രവുമല്ല നിയമപരമായി വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം കൂടി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വേണം. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണ വായ്പാ മേഖലയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയായ ഇന്റൽ മണി ലിമിറ്റഡ് NCD 4ാം ഭാഗം പുറത്തിറക്കി. 1000 രൂപ മുഖവിലയുള്ള സെക്വേർഡ് NCDകളാണ് പുറത്തിറക്കിയത്. പബ്ലിക് ഇഷ്യൂ ഫെബ്രുവരി 12 അവസാനിക്കും. കടപ്പത്രങ്ങളിലൂടെ 200 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഇന്റൽ മണി എക്സിക്യൂട്ടീവ് ഡയറക്ടറും CEO-യുമായ ഉമേഷ് മോഹനൻ പറഞ്ഞു. ഞങ്ങളുടെ 4ാമത്തെ കടപ്പത്രങ്ങളുടെ, അതായത് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിൻ്റെ പബ്ലിക് ഇഷ്യൂ ആയിട്ട് വരികയാണ്. മാർക്കറ്റിൽ കമ്പാരിറ്റീവ്ലി നല്ല കൂപ്പൺ റേറ്റ്സാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഏറ്റവും അട്രാക്റ്റീവ് ആക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 തവണത്തെയും പബ്ലിക് ഇഷ്യൂ കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മ്യൂണിറ്റി വളരെയേറെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ടും ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങളൊരു പാൻ ഇന്ത്യ ഓപ്പറേറ്റിംഗ് കമ്പനിയാണ്. ഞങ്ങളുടെ റേറ്റിംഗ് ചെയ്തിരിക്കുന്നത് ക്രിസൽ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ റേറ്റിംഗ് ഏജൻസിയായ കമ്പനിയാണ്. അവർ ഞങ്ങൾക്ക് BBB+ ആണ് തന്നിരിക്കുന്നത്. എല്ലാ തവണയും വിജയിപ്പിച്ച പോലെ ഇത്തവണയും എല്ലാ സപ്പോർട്ടും പ്രോത്സാഹനവും തന്ന് വിജയിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. 2 കേസുകളിൽ ഇന്നലെ ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ PC വിഷ്ണുനാഥ് MLA കോൺഗ്രസ് നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PC വിഷ്ണുനാഥ്, ഈ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇതെന്ത് സന്ദേശം ഈ സർക്കാരിനും പോലീസിനും നൽകുന്നു? ഈ സർക്കാരിന്റെ അമിതാധികാരം, സമരങ്ങളെ അടിച്ചമർത്താനുള്ള അവരുടെ നിയമവിരുദ്ധമായ പരിശ്രമങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തില് കേസിൽ പ്രതിയായത്
ഈ സർക്കാർ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല, കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നില്ല, വിലക്കയറ്റം രൂക്ഷമാണ്. ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. ആ മാർച്ചിന് പ്രതിയാക്കി. ഞങ്ങളൊക്കെ സമരങ്ങൾ നയിച്ച് കേസിൽ പ്രതിയായിട്ടുള്ളവരാണ്. പക്ഷെ ഞങ്ങളെ ആരുടെയും അനുഭവത്തിൽ വെളുപ്പാൻ കാലത്ത് 5:30 മണിക്ക് പിണറായി വിജയന്റെ പോലീസ് അദ്ദേഹത്തിന്റെ മാതാവും സഹോദരിയും നോക്കി നിൽക്കെ വീട് വളഞ്ഞ് കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അപ്പൊ ഇത് കേരളം വളരെ ഞെട്ടലോടുകൂടി കണ്ടതാണ്. ഇത് നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ചില ഫാഷിസ്റ്റ് ഭരണകൂടങ്ങളുടെ ഇത്തരം പ്രതികരണങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. പക്ഷെ കേരളത്തിൽ പോലും അത്തരമൊരു ഏകാധിപത്യത്തിൻ്റെതായ സന്ദർഭം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു ബോധ്യത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെത്തി. ഒരു പക്ഷേ MT വാസുദേവൻ നായരുടെ, അതിനുശേഷം സക്കറിയായുടെ, അതിനുശേഷം T പത്മനാഭന്റെ, ലീലാവതി ടീച്ചറുടെ ഒക്കെ കേരളത്തിലെ ഒരുപാട് അടിമ സാഹിത്യകാരന്മാർ നിശബ്ദരായെങ്കിലും മലയാളത്തിന്റെ സാഹിത്യ കുലപതികൾ അവർ ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന ഈ സാന്ദർഭികം ആയിട്ടായിരിക്കാം. പക്ഷെ സാഹചര്യത്തെ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ അവരൊക്കെ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇനി അവരെയൊക്കെ മാറ്റി നിർത്തൂ. നാട്ടിൽ ഒരു സാധാരണക്കാരൻ ഒരു കല്യാണ വീട്ടിൽ വെച്ച്, മരണ വീട്ടിൽ, ഒരു ചായക്കടയിൽ വെച്ച് കണ്ടാൽ ഈ സർക്കാർ ആ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചെയ്തത് ശരിയായില്ല എന്ന സാധാരണക്കാരന്റെ പ്രതികരണം കേട്ടവരാണ് ഞങ്ങളെല്ലാം. അപ്പൊ ആ നിലയ്ക്ക് ഗവൺമെന്റ് കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്നതിനും ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ വെറുക്കപ്പെട്ടു പോകുന്നതിനും കാരണമായ ഒരു സംഭവമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെ ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. വളരെ നന്ദി ശ്രീ PC വിശ്വനാഥ് പ്രതികരിച്ചതിന്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. വൈകിട്ട് 6 മണിയോടെ ജയിൽ മോചിതനാകുമെന്ന് കരുതുന്നു. ജയിലിന് മുന്നിൽ നിന്ന് സലിം മലിക് ചേരുന്നുണ്ട്. സലിം, എന്താണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? വേണു, 6 മണിയോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ കണക്ക് കൂട്ടുന്നത്. അതനുസരിച്ചുള്ള സ്വീകരണ പരിപാടികളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്വീകരണ പരിപാടിക്ക് ശേഷം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിക്കുകയും അവിടെ ഒരു ആഹ്ലാദ പ്രകടനം എന്ന നിലയിലെ നൈറ്റ് മാർച്ചിനെ ആഹ്ലാദ പ്രകടനം എന്ന നിലയിലേക്ക് മാറ്റുകയുമാണ് യൂത്ത് കോൺഗ്രസ് നിലവിൽ ലക്ഷ്യമിടുന്നത്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ തിരുവനന്തപുരത്തില്ല. VM സുധീരൻ മാത്രമാണ് നിലവിൽ പ്രധാന മുതിർന്ന നേതാവ് എന്ന നിലയിൽ ഉള്ളത്. KPCC അധ്യക്ഷനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും MM ഹസനും ഉൾപ്പെടെയുള്ളവരൊന്നും തിരുവനന്തപുരത്തില്ല. അതുകൊണ്ട് തന്നെ VM സുധീരനെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മാത്രമല്ല BV ശ്രീനിവാസ് നേരിട്ടെത്തി ഇത്തരത്തിലൊരു സ്വീകരണം ഒരുക്കുകയും ചെയ്യും. BV ശ്രീനിവാസ് തന്നെ ആവും ഈ സ്വീകരണത്തിന് നേതൃത്വം നൽകുക. ജയിലിന് മുന്നിൽ വലിയ ആഘോഷത്തോടു കൂടിയുള്ള ഒരു സ്വീകരണമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പദ്ധതിയിടുന്നത്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലെയും യൂത്ത് കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ വിജയം എന്നതിനപ്പുറത്തേക്ക് തന്നെ ഈ സംഘടനയ്ക്കുള്ള ഒരു പുത്തൻ ഉണർവ് കൂടിയായി മാറിയിരിക്കുകയാണ് ഈ കോടതി വിധി എന്നുള്ളതാണ് വിലയിരുത്തൽ. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരുന്ന സാഹചര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ വരികയും ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്മാരിൽ ഏറ്റവും നിറം കെട്ട തുടക്കം എന്ന് പറയാൻ കഴിയുന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള തുടക്കം. കാരണം വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളും അതും സൃഷ്ടിച്ച വിവാദങ്ങളും ഒക്കെ നിറം മങ്ങിയ നിലയിലായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലേക്കുള്ള രാഹുലിന്റെ ചാർജ് എടുപ്പ്. പക്ഷേ അതിനുശേഷം അതിനെയൊക്കെ മറികടക്കുന്ന നിലയിലേക്ക് ഒരു വലിയ സമരം സംഘടിപ്പിക്കാൻ, ഒപ്പം തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനൊക്കെ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. അതോടുകൂടി തന്നെ യൂത്ത് കോൺഗ്രസ് എവിടെ എന്നുള്ള പാർട്ടിക്കുള്ളിലെ ചോദ്യം തന്നെ മാറുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു ഇതിൽ നിന്ന് മറ്റൊരു ഷിഫ്റ്റിലേക്ക് മാറുകയാണ്. സാധാരണഗതിയിൽ നിറം കെട്ടൊരു തുടക്കം നൽകിയ തുടക്കം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റേത് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റേതായി വന്നിട്ടുണ്ട് അവർക്കെല്ലാം കിട്ടുന്നതിനേക്കാൾ വലിയ നിലയിലേക്കൊരു ഊർജ്ജം ഇപ്പോൾ ഈ രാഷ്ട്രീയ വിധിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ, യൂത്ത് കോൺഗ്രസിന്റെയും വിലയിരുത്തൽ. കാരണം ഈ ഒരു സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.